രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അസുരന്മാരുടെ ആക്രമണം കൊണ്ട് ദേവന്മാർ പേടിച്ചു നിന്ന കാലം, ദേവരെ രക്ഷിപ്പാൻ ദേവലോകത്തിങ്കൽ കോസലേശൻ യുദ്ധം ചെയ്യുന്നേരം, തേരിൻ്റെ ആണിയിളകിയ നേരത്ത് കൈകേയി തൻ്റെ വിരല് കൊണ്ട് തേരിന്നപായമൊഴിവാക്കി സൂത്രത്തിൽ നേമിയ യുദ്ധത്തിൽ ജേതാവായി. 10 ദിക്കിലും തേരിനെ ഓടിച്ച് ദശരഥൻ എന്നൊരു പേരുമായി ശമ്പര നിഗ്രഹം ചെയ്തു മഹാരാജൻ കോസലദേശെ ഗമിച്ചു വേഗം. രാജ്യം ഭരിക്കുന്ന രാജാവിനെന്നത് മൃഗയാ വിനോദമുചിതമാണ്, ക്രൂരമൃഗങ്ങളെ നിഗ്രഹിക്കുന്നത് മാനവരക്ഷയ്ക്കു വേണമെന്ന്. കാട്ടിലു നായാട്ടിനായി ചെന്ന രാജാവ് കാട്ടാനയെന്നു നനച്ചുകൊണ്ട് അമ്പെയ്ത നേരത്ത് വൈശ്യകുമാരൻ്റെ മാറത്തു കൊണ്ടു മരിച്ചുപോയി. വൃദ്ധരാം മാതാപിതാക്കൾ തൻ ശാപവും ഏൽക്കേണ്ടി വന്നിതു മന്നവന്. പുത്രദുഃഖത്താൽ മൃതി വരും അങ്ങയ്ക്ക് പുത്രസാമീപ്യമരുതായി വരും. ശാപത്താൽ സന്തുഷ്ടനായി മഹാരാജൻ പുത്രദുഃഖത്തെ അനുഭവിക്കാൻ യോഗമുണ്ടെന്നതു കേട്ടതു നേരായിൽ പുത്രരെനിക്കുമുണ്ടാവുമല്ലോ. വൈഭാണ്ഡകനാകും ഋഷ്യശൃംഗൻ വന്ന് പുത്രകാമേഷ്ടി നടത്തിയല്ലോ. പുത്രരുണ്ടായിതു രാമനും ലക്ഷ്മണ ധീര ഭരതനും ശത്രുഘ്നനും. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.